ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വൈറൽ ഫേസ് പാക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരുപാട് തവണ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ്, കോഫി പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ പേസ്റ്റ് നമ്മൾ നന്നായിട്ട് മുഖത്ത് ഒരു ലെയർ നമ്മൾ മുഖത്തിടുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടിഷ്യൂ എടുത്തിട്ട് ഈ പേസ്റ്റിൽ നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളത് ഫേസിൽ ആ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകണം കേട്ടോ. അപ്പം ഞാനത് അങ്ങനെ വീഡിയോ എടുത്തില്ല, കാരണം അത് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം ഗൈസ്, നല്ല ക്ഷമ വേണം. നമ്മൾ ഈ ടിഷ്യൂവിനെ ചെറിയ ചെറിയ കട്ട് പീസസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം. അപ്പോൾ അത്രയും ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. സാധാരണ ചില വീഡിയോസിലൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ വളരെ വൃത്തിയായി വരാറുണ്ട്, പക്ഷേ എൻ്റെത് അത്ര വൃത്തിയായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് റിസൾട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വെയിറ്റ് ഇട്ട സമയത്ത് ധനു ഉറക്കമായിരുന്നു. ധനു എന്നെ കണ്ടപ്പോൾ എക്സ്പ്രഷനാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. ധനു പേടിച്ച് കരയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ധനു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ധനു ഇങ്ങനെ നോക്കിയിരിക്കുവാണ് എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ധനുവിന് ഭയങ്കര ചിരി വന്നു കേട്ടോ എൻ്റെ ഫേസ് കണ്ടിട്ട്. ധനു ഫേസിൽ നോക്കും ചിരിക്കും, ഫേസിൽ നോക്കും ചിരിക്കും, ആ ഒരവസ്ഥയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, നമ്മൾ ഒരു ലെയർ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ടിഷ്യൂ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ ടിഷ്യൂവിൻ്റെ പുറത്ത് ഈ ഫേസ് പാക്ക് ഒരു ലെയറും കൂടെ ഇടണം. വീണ്ടും നമ്മളൊരു ടിഷ്യൂ എടുത്തിട്ട് അതിനെ കവർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കട്ടിക്ക് ഭയങ്കര ഒരു കട്ടിക്കുള്ളൊരു തിന്നായിട്ടൊരു ലെയർ കട്ടിക്കൊരു ലെയർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ ആ ചീക്കിൻ്റെ സൈഡ് നോക്കുമ്പോൾ അറിയാം നമുക്കത് എത്രമാത്രം നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. വളരെ അടിപൊളി റിസൾട്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടായിരുന്നു. നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് പക്കയായിട്ട് അത് റിമൂവ് ആയി പോവും. ഞാൻ മൂക്കിൻ്റെ സൈഡിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് ലെയർ തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് അത് എഫക്റ്റായി. നന്നായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവായി. സ്കിന്ന് ഭയങ്കര സോഫ്റ്റായി, സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയി. അടിപൊളിയാണ്. കാര്യം ഒരിക്കലെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവുള്ളൂ. മന്ത്ലി ഒരു ടോയ്സ് എങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് വേണ്ട ഒരു സാധനം ക്ഷമയാണ് ഗൈസ്. നല്ല ടൈം വേണം, ക്ഷമയും വേണം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുമാണ്. നന്നായിട്ട് എൻ്റെ ഫേസിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് ക്യാമറയിൽ എത്രമാത്രം അറിയാൻ പറ്റും എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു ഗ്ലോയും ഒരു സോഫ്റ്റ്നെസ്സും ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടത് ഇളക്കാൻ നോക്കുവാണ്, നടക്കുന്നില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് സ്കിന്ന് നോക്കുമ്പോൾ സ്കിന്ന് ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും കേട്ടോ. നല്ല ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.